നമ്മളെല്ലാവരും വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തിൻ്റെ മൊബൈലിൽ നിന്ന് നമ്മൾ വൈഫൈ ഷെയർ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വൈഫൈ ഉണ്ടാകും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈകൾക്കൊക്കെ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ വരെ കാരണമാകാറുണ്ട്. അത്തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യുകയും മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ ഏതൊക്കെ മൊബൈൽ ഫോൺ കണക്റ്റഡ് ആണ്, ഏതൊക്കെ IP അഡ്രസ്സിൽ നമ്മുടെ മൊബൈൽ ഫോൺ കണക്റ്റഡ് ആണ് എന്നെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു സൗകര്യമില്ല. അപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൻ്റെ പേര് ഹൂ ട്രാക്ക് മൈ വൈഫൈ എന്നാണ്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ ആവശ്യപ്പെടും. പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വരുന്ന പെർമിഷൻസ് അലോ ചെയ്തതിന് ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. തുടർന്ന് ഈ ഒരു ആപ്പ് ഓപ്പണായി വന്ന് ഇതുപോലെയാണ്. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് സെക്യൂർ, അതുപോലെ തന്നെ സ്പീഡ് ടെസ്റ്റ്, ഡാറ്റ യൂസേജ്, വൈഫൈ മാപ്പ്, വൈഫൈ സ്കാൻ, സിഗ്നൽ പവർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ഹൂ ഈസ് ഓൺ മൈ വൈഫൈ എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ വൈഫൈ ആണ് കണക്റ്റഡ് ആയെന്ന് അറിയാൻ സാധിക്കും. അത് നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ ഏത് മൊബൈൽ ഫോണൊക്കെ കണക്റ്റഡ് ആണെന്ന് അറിയുന്നതിന് വേണ്ടി സ്കാൻ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകൾ. ഒന്ന്, സെക്യൂരിറ്റി. നമ്മൾ പലപ്പോഴും പുറത്ത് പോയിട്ട് ടൗണിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫ്രീ ആയിട്ടുള്ള വൈഫൈ കിട്ടാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകുന്നതിനൊക്കെ പ്രധാന കാരണം നമ്മൾ ഫ്രീ ആയി ലഭിക്കുന്ന പബ്ലിക് വൈഫൈകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള വൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സെക്യൂർ ആക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇവിടെ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വൈഫൈ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് സ്കാൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാക്കിങ്ങോ മറ്റ് ചോർത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെൻ്റെ പേഴ്സണൽ വൈഫൈ ആയതുകൊണ്ട് തന്നെ ഇത് സേഫ് ആണെന്ന് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം ഗ്രീൻ ടിക്കാണ്. തൊട്ടടുത്തായിട്ട് സേഫ് എന്ന് കാണാൻ സാധിക്കും. ഓരോന്നും വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് സേഫ് ആണെന്ന് മനസ്സിലാക്കുന്നത് എന്നും അറിയാൻ സാധിക്കും. ഇത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ നമ്മുടെ ഡൗൺലോഡ് സ്പീഡ് എത്രയാണ്, അപ്ലോഡ് സ്പീഡ് എത്രയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈയിൽ എത്ര ഡാറ്റ നമ്മൾ ഉപയോഗിച്ചു എന്നറിയുന്നതിന് വേണ്ടി ഡാറ്റ യൂസേജ് ഉണ്ട്. വൈഫൈ മാപ്പ്, നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും വൈഫൈ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്, അതിൻ്റെ മാപ്പ് നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഫൈ സ്കാൻ, നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ സ്കാൻ ചെയ്യാനും സിഗ്നൽ പവർ എത്രത്തോളം, നമ്മുടെ വൈഫൈയുടെ സിഗ്നൽ പവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനൊക്കെ സാധിക്കും. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.